സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കും. കൂടുതൽ കൂടുതൽ സമാധാനവും സംതൃപ്തിയും തരും. ആശ്രമ പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുവാനാണ് ശ്രേഷ്ഠ ബാബാതിന് മനസ്സുകൊണ്ട് കൽപ്പിച്ചറിയിട്ടുള്ളത്. ആശ്രമങ്ങളിലേക്ക് ചെറുപ്പക്കാരിലൊക്കെയും കടന്നു വരുവാൻ ശ്രമകരമായ കാര്യമാണ് കടന്നു വരുന്നത്. എന്നാൽ ആത്മാവിലെ സത്യത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉത്തേജന സത്ത പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം സഭയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ശോഭന ഭാവിയുള്ളതായ ഈ വടവൃക്ഷമാകുന്ന സുറിയാനി സഭ കേരളക്കരയിൽ കൂടുതൽ കൂടുതൽ വ്യാപിച്ച് എല്ലാ വൈഷമ്യങ്ങളെയും അതിര് കടന്ന് ബലവത്തായ കോട്ടയായി രൂപാന്തരപ്പെട്ട് ഇതിലുള്ള വിശ്വാസികൾ ദൈവികരായി തീരുവാൻ ഇതുപോലെയുള്ളതായ പ്രസ്ഥാനങ്ങൾ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആശ്രമ പ്രസ്ഥാനങ്ങൾ സഭയിൽ വളർന്നു വരുന്തോറും അവിടെ ഇവിടെയായി ചെറിയ ചെറിയ സമൂഹങ്ങൾ ഉണ്ടാകുകയും പ്രാർത്ഥിച്ച് ദൈവത്തെ അറിയുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, മറ്റുള്ളവരെ കണ്ട് നമുക്കറിയാം മദർ തെരേസ, അതുപോലെ തന്നെ ഇവിടെ അൽഫോൻസമയൊക്കെ മറ്റ് സഭകളുണ്ട്. എന്നാൽ നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് പൗരസ്ത്യ സഭയുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഇറാൻ, സിറിയ, ഇറാഖ്, ലബാൻ അതുപോലെയുള്ളതായ പഴയ നഗരങ്ങള് ഇന്ന് അറിയപ്പെടുന്നതായ പ്രദേശങ്ങളിലൊക്കെയും ആശ്രമ പ്രസ്ഥാനം ധാരാളമായി വളർന്നു. ആശ്രമസ്ഥര്, സന്യസ്തര് മരുഭൂമികളിലും ഗുഹകളിലും കുടിലുകളും